എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളുടെ പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് സ്പോർട്സ് കോട്ടയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയായി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതും വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഡോക്യുമെൻസിൽ എറേഴ്സ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള റീസൺ എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിൽ എന്താണ് കാരണം എന്നുള്ളത് നോക്കിയ ശേഷം വിദ്യാർത്ഥികൾക്ക് 26-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് ഇവിടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് ഓഫ് സ്പോർട്സ് റിലേറ്റഡ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു PDF നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരള സർവകലാശാല 1-ാം വർഷ ബിരുദ FY/UGP പ്രവേശനം 2025 സ്പോർട്സ് കോട്ട അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് പുനഃപരിശോധന എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ ബിരുദ കോഴ്സുകളിലേക്കുള്ള സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റിലേക്കുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയായി. സ്പോർട്സ് കോട്ട ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷകർക്ക് അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത്, അതായത് https://admissions.kerala-university.ac.in/FY/UGP 2025 എന്നുള്ള ആ ഒരു പേജ് വഴി നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് നിങ്ങൾക്ക് 26/6/2025, അത് നാളെ വൈകുന്നേരം 5 മണി വരെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിക്കുന്ന പരാതികൾ പരിഗണിച്ച ശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് 28/6/2025 പ്രസിദ്ധീകരിക്കുന്നതാണ്. 26/06/2025 വൈകുന്നേരം 5 മണിക്ക് ശേഷം ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല. പരാതികൾ സർവകലാശാലയിലേക്ക് നേരിട്ടോ ഇമെയിൽ മുഖേനയോ അയക്കേണ്ടതില്ല. ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിരുന്നത് ഇത് വാട്സപ്പ് നമ്പർ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്കതിൽ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admissions.kerala-university.ac.in/FY/UGP 2025/index.php എന്നുള്ള ലിങ്ക് മുഖേന നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കൻ്റ് ലോഗിൻ കാണാം. അത് സാധാരണ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന ആ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സാധാരണ ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് തന്നെയാണ്. അപ്പോൾ അതെടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജിൽ തന്നെ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ അവിടെ വെരിഫിക്കേഷൻ്റെ ആ ഒരു കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ വെരിഫിക്കേഷനിൽ എന്തെങ്കിലും റിജക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ റിജക്റ്റഡ് ആയ ഡോക്യുമെൻറ്റ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട്, അതായത് 26/6/2025 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 5 മണിക്കാകും നിങ്ങളുടെ ആ ഒരു റിജക്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ച്, അത് നിലവിലെ ഡോക്യുമെൻറ്റ് എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന കാരണമുണ്ടാകും, അത് പരിഹരിച്ച ശേഷം കറക്റ്റായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ പരിഗണിക്കുന്നതല്ല. അപ്പോൾ സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.